ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ ടൈൽസ് എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. നമ്മൾ എവിടേക്ക് ഏതൊക്കെ ടൈലുകൾ യൂസ് ചെയ്യണം, ഏതൊക്കെ കളർ സെലക്ട് ചെയ്യണം, നമ്മൾ നമ്മുടെ ഈ വീടിന്റെ ഓരോരോ ഭാഗത്തും ടോയ്ലറ്റിലോ കിച്ചണിലോ അല്ലെങ്കിൽ വരാന്ത, കോറിഡോർ ഇവിടേക്ക് ഏതൊക്കെ ടൈലുകൾ സെലക്ട് ചെയ്യണം, നമ്മൾ ടൈല് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, വെട്രിഫൈഡ് ടൈല്, സെറാമിക് ടൈല്, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം, നമ്മളിത് എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെയൊക്കെ ഷോപ്പിൽ ചെന്ന് പറ്റിക്കപ്പെടാതിരിക്കാം എന്നീ വിഷയങ്ങളെയൊക്കെ കുറിച്ചാണ്. ഇതിൽ ബിൽഡിങ്ങിനെ കുറിച്ചും വീടിനെ കുറിച്ചും വീടിന് വരാവുന്ന പ്രോബ്ലങ്ങളെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോകളായിരിക്കും നമ്മൾ നമ്മുടെ ചാനലിലൂടെ പറയുന്നുണ്ടായിരിക്കും. അറിയുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പറയുന്നത് ടൈല് സെലക്ട് ചെയ്യുമ്പോഴുള്ള കാര്യമാണ്. ടൈൽ സെലക്ട് ചെയ്യുമ്പോൾ ഒരു സാധാരണക്കാരന് നോർമലായി വരാവുന്ന ഒരു ആദ്യത്തെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറാമിക് ടൈലും വെട്രിഫൈഡ് ടൈലും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം എന്നാണ്. സെറാമിക് ടൈൽ അറിയാമല്ലോ, നമുക്ക് നോർമലി ഇപ്പോൾ മാർക്കറ്റിലൊന്നും അങ്ങനെ വിപുലമായിട്ട് കിട്ടാത്ത ഒരു ടൈലാണ്. എന്താണെന്ന് വെച്ചാൽ വിട്രിഫൈഡ് ടൈലിന്റെ ഒരു വന്നതോടുകൂടി സെറാമിക് ടൈല് കുറച്ചൊക്കെ ഔട്ടായി എന്ന് പറയാം. കാരണം വെള്ളമൊക്കെ അബ്സോർബ് ചെയ്യാനുള്ളതും അതിൻ്റെ ഒരു തിക്നെസ്സും ഹാർഡ്നെസ് ഒക്കെ കുറവായതുകൊണ്ടൊക്കെ നമുക്ക് വിട്രിഫൈഡ് ടൈലാണ് മാർക്കറ്റിൽ നിന്ന് കുറച്ചും കൂടി അധികമായിട്ട് നിൽക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വിട്രിഫിക്കേഷൻ പ്രോസസ്സിൽ വരുന്ന ഒരു വ്യത്യാസമാണ് ഇതിന് രണ്ടിനെയും വേർപെട്ടിരിക്കുന്നത്. ഒരു 700 ടെമ്പറേച്ചറിലാണ് ഇതിന്റെ വിട്രിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. വെച്ചാൽ വിട്രിഫൈഡ് ടൈലിന്റെ വിട്രിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത് 1400 ടെമ്പറേച്ചറിലൊക്കെയാണ്. വിട്രിഫൈഡ് ടൈല് സിലിക്ക ആഡ് ചെയ്തിട്ടുണ്ട്. വിട്രിഫിക്കേഷൻ പ്രോസസ്സ് സിലിക്ക ആഡ് ചെയ്തതുകൊണ്ടാണ് ഇതിന് വലിയൊരു ക്വാളിറ്റി മാറ്റം തന്നെ സിറാമിക് ടൈലിനെ അപേക്ഷിച്ചിട്ട് വിട്രിഫൈഡ് ടൈലിന് വരുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു വ്യത്യാസം വരുന്നത്. സെറാമിക്കിനെ അപേക്ഷിച്ച് വിട്രിഫൈഡ് തന്നെയാണ് കൂടുതലും ചൂസ് ചെയ്യാൻ നല്ലത്. നമ്മുടെ വീടിനോ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രൊജക്ടുകൾ ഏതാണെന്നുണ്ടെങ്കിലും സെറാമിക്കിനെ അപേക്ഷിച്ച് വിട്രിഫൈഡ് ടൈലുകൾ എടുക്കുന്നതായിരിക്കും നമ്മുടെ വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള, നമ്മുടെ കൂടുതലായിട്ട് റഫായിട്ട് ഉപയോഗിക്കുന്ന ഏരിയകൾക്കൊക്കെ കൂടുതൽ വെട്രിഫൈഡ് ടൈലുകൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ നമ്മൾ വെട്രിഫൈഡ് ടൈലിൽ തന്നെ നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ നമുക്ക് വ്യത്യാസം വരാനുള്ള, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ഷോപ്പുകളിൽ ഒരു ഷോപ്പിനെ കമ്പയർ ചെയ്ത് മറ്റുള്ള ഷോപ്പിൽ നിന്ന് ടൈൽ എടുക്കുമ്പോഴുള്ള വില കുറവിലൊക്കെ വരുന്ന വ്യത്യാസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാരണം എന്താ വെച്ചാൽ വെട്രിഫൈഡ് ടൈലുകളിൽ തന്നെ പല ടൈപ്പ് ടൈൽ വരും. GVT, PGVT അങ്ങനെ എല്ലാം വരും. നമുക്ക് ജസ്റ്റ് നാനോ പ്രിന്റിങ് പോലെ 2mm 3mm ഒക്കെ തിക്നെസ്സിൽ മാത്രം മേലെ ചെറിയൊരു പ്രിന്റിങ്ങോട് കൂടിയൊക്കെ നമ്മുടെ ഡിസൈനർ ടൈലുകൾ വരും. ചെറിയൊരു ഗ്ലേസിങ്, ഒരു പ്രിന്റിങ് മാത്രമായിരിക്കും. ടൈലിൽ മേലൊരു ചെറിയ ലെയർ മാത്രം ഒരു പ്രിന്റിങ് വന്നിട്ടുണ്ടായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ കൊടുന്നിട്ടിട്ട് റഫായിട്ടുള്ള ഉപയോഗം, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഏരിയ, കിച്ചണിലൊന്നും അപ്പോൾ അങ്ങനെയുള്ള ടൈലുകൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫർണിച്ചറുകളൊക്കെ വലിച്ചിടുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ ആ മേലെയുള്ള ചെറിയൊരു പ്രിന്റിങ് പെട്ടെന്ന് തന്നെ പോകും. അതാണ് നമ്മുടെ നാനോ പ്രിന്റിംഗ് ആയിട്ട് ചെറിയൊരു ലെയർ പ്രിന്റിങ് മാത്രമായിട്ടും മാത്രമായിരിക്കും അവിടെ വന്നിട്ടുണ്ടായിരിക്കുക. പിന്നെ നമ്മൾ വിട്രിഫൈഡിൽ ശ്രദ്ധിക്കേണ്ട സ്റ്റേജ് സാധനം എന്ന് പറഞ്ഞാൽ ഡബിൾ ചാർജ് ആണ്. എന്ന് വെച്ചാൽ ടോട്ടൽ ടൈലിന്റെ ഹാഫ് പോർഷൻ പ്രിന്റിങ്ങും ഹാഫ് പോർഷൻ നമ്മുടെ വിട്രിഫൈഡ് ടൈലും ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ നമ്മുടെ ഒരു വീടുകളിലൊക്കെ കൊമേഴ്ഷ്യൽ ആണെങ്കിലും വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡബിൾ ചാർജ് എന്നുള്ളത് നല്ല ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റേറ്റ് ആയിരിക്കും. എന്താ പിന്നെ നമുക്ക് പെട്ടെന്ന് ഇത് ഫെയ്ഡ് ആവാനും റഫായി ഉള്ള യൂസ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കളർ പോയി അതിന്റെ മേലത്തെ പ്രിന്റ് പോയി അത് മോശമായി പോകാനുള്ള ഒരു സാധ്യത കുറവായിരിക്കും ഡബിൾ ചാർജ് ആകുമ്പോൾ. കാരണം എന്താ വെച്ചാൽ അതിന്റെ ടോട്ടൽ തിക്നെസ്സിൽ ഹാഫ് പോർഷനിൽ അതിന്റെ പ്രിന്റ് വരും എന്നത് തന്നെയാണ് അതിന്റെ കാരണം. ഇനി അതിൽ നിന്ന് മേലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ബോഡി വരും. ഫുൾ ബോഡി ടൈലുകൾ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് അത് തന്നെയാണെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ പ്രിന്റിങ് മേലെ പ്രിന്റിങ് അല്ല വരുന്നത്. നമുക്ക് ടോട്ടൽ ടൈൽ എത്ര തിക്നെസ് ഉണ്ടോ അതിന്റെ ഫുൾ ബോഡി അത് ഒരേ കളറായിരിക്കും. നമ്മൾ ഉള്ളിലേക്ക് കുഴിച്ചു പോയി മേലെ ഒരു ലെയർ കട്ട് ചെയ്തെടുത്താലും ആ ഫുൾ ബോഡി ടൈലിന്റെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ വരെയും ഒരേ കളറായിരിക്കും. ഇതാണ് നമ്മൾ വെട്രിഫൈഡ് ടൈൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ ടൈലിന്റെ കളർ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കോറിഡോർ, ടോയ്ലറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് ലൈറ്റ് കളറുകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ കയറി വരുന്ന എൻട്രൻസ് വരുന്ന ഒരു ഭാഗമാണ് കോറിഡോർ, സിറ്റ് ഔട്ടൊക്കെ. അവിടെയൊക്കെ എൻട്രൻസ് കയറി വരുന്ന ഒരു ഭാഗത്ത് തന്നെ ലൈറ്റ് കളറുകൾ ഇട്ടാൽ ചെളി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ടോയ്ലറ്റ് അവിടെയൊക്കെ ലൈറ്റ് കളറുകൾ ഇട്ടാൽ പെട്ടെന്ന് തന്നെ ചെളി പിടിച്ച് മോശമാവാനുള്ള ഒരു സാധ്യത നമുക്ക് കൂടുതലാണ്. പിന്നെ നമുക്ക് ടൈലിന്റെ വലിപ്പം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നോർമൽ ചെറിയ ടോയ്ലറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ ടൈലുകൾ കൊടുക്കാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ 1-2 ടൈല് അല്ലെങ്കിൽ 2 ടൈല് കഴിഞ്ഞ് തേർഡ് ഒരു ഹാഫ് പോർഷൻ വരുമ്പോഴേക്കും നമ്മുടെ വലിയ ടൈലുകളാണെന്നുണ്ടെങ്കിൽ ടോയ്ലറ്റിന്റെ നീളം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ടോയ്ലറ്റിന്റെ വലുപ്പം വളരെ കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നും.
അപ്പോൾ അതുകൊണ്ട് തന്നെ ടോയ്ലറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ ടോയ്ലറ്റ് വലിപ്പം കുറഞ്ഞ ടോയ്ലറ്റുകളാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ടൈലുകൾ വെച്ച് നമുക്ക് ലൈറ്റ് കളർ കുറച്ച് ഗ്രേ കളറൊക്കെ ആക്കി, ഗ്രേ കളറോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന വേറെ ഏതെങ്കിലും കളറോ വെച്ചിട്ട് ടോയ്ലറ്റിലേക്ക് കളർ സെലക്ട് ചെയ്യാം. അതായത് ചെറിയ ചെറിയ ടൈൽ, വലിയ ടൈലുകളിലേക്ക് പോവാതെ ചെറിയ ടൈലുകളും ഒരു ഗ്രേ ഫിനിഷിങ് അല്ലെങ്കിൽ കളറൊക്കെ വരുന്ന ടൈപ്പ് സെലക്ട് ചെയ്യാം. ഏരിയ വലുതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ഏരിയകളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ടൈലുകൾ എടുക്കുക. കാരണം കുഞ്ഞു കുഞ്ഞു ടൈലാകുമ്പോൾ അത് എപ്പോഴും നമുക്കൊരു ചെറിയ ഏരിയ ആയി തോന്നാൻ സാധ്യതയുണ്ട്. വലിയ ഏരിയകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിവിങ്, ഡൈനിങ്, ഓപ്പണിംഗ് ഒക്കെ വരുന്ന ഏരിയകളാണ് എന്നുണ്ടെങ്കിൽ വലിയ ടൈൽ ഇടുക. കുറച്ച് ലൈറ്റുള്ള കളറുകൾ സെലക്ട് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഫ്ലോറിൽ നിന്ന് വരുന്ന ലൈറ്റ് നമ്മുടെ ഇന്റീരിയറിൽ നിന്ന് നല്ലൊരു വെളിച്ചം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ലൈറ്റ് കളറുകൾ അവിടെ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ ടൈൽ ഷോപ്പിൽ പോകുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ലൈറ്റ് ആംബിയൻസ് ആണ്. വളരെ ഓരോ ടൈലിലേക്കും ഒന്നോ രണ്ടോ ലൈറ്റുകൾ വരെ ഡിസ്പ്ലേയിൽ ഉണ്ടായിരിക്കും. ആ ഒരു കളറായിരിക്കില്ല നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബൾബോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് വേണ്ട ആവശ്യത്തിലുള്ള ലൈറ്റുകൾ മാത്രം ഇട്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ലൈറ്റ് വയ്ക്കുമ്പോൾ അതിൻ്റെ ടൈലിൻ്റെ ഭംഗിക്കും നിറത്തിനൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എടുത്ത് മാറ്റി വെച്ച് നോക്കാൻ നമുക്ക് കഴിയും എന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് ടൈല് സെലക്ട് ചെയ്യുക. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ബില്ലടിച്ച് നമ്മൾ പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പൈസ കൊടുത്ത് ബില്ല് വാങ്ങുന്നതിന് മുന്നേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. കാരണം അത് അവിടെ വെച്ച് മാറ്റി വെച്ച് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കുറഞ്ഞ ലൈറ്റ് വരുന്ന ഒരു ഭാഗത്തേക്ക് വെച്ച് ഒരു 3-4 ടൈലുകൾ അടുക്കി വെച്ച് നോക്കുക. നമ്മൾ സ്പേസർ ഇട്ടിട്ടാണ് ടൈല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്പേസറിന്റെ ആ ഒരു ഗ്യാപ്പ് നമ്മൾ 3-4 ടൈലുകൾ വെച്ച് ആ ഗ്യാപ്പ് വെച്ച് ടൈല് വെച്ചിട്ട് നമുക്ക് വെച്ച് നോക്കാം. കാരണം നമുക്ക് ടൈല് ഡിസ്പ്ലേയിൽ കാണുന്ന ടൈല് നമുക്ക് ഇഷ്ടപ്പെട്ടോളം എന്നില്ല. വിരിക്കുമ്പോൾ ഒരു 3-4 ടൈല് അടുപ്പിച്ച് വെക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ പറയുന്നത് നമ്മുടെ ഇങ്ങനെയുള്ള നോർമൽ ലൈറ്റ് ടൈല് അടുക്കി വെക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും എന്നതൊക്കെ അറിയാൻ വേണ്ടി നമുക്കൊരു 3-4 ടൈല് ഒരു ഗോഡൗൺ ഭാഗത്തോ എവിടെയെങ്കിലും പോയി ഷോപ്പിൽ തന്നെ നമുക്ക് മാറ്റി വെക്കാം. കാരണം ഇതെല്ലാം കൊടുത്ത് നമ്മൾ ക്യാഷ് കൊടുത്ത് സാധനം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. ടോയ്ലറ്റിലേക്ക് അത്യാവശ്യം ഗ്രിപ്പുള്ള ടൈലുകൾ സെലക്ട് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസൈനർ ടൈലുകൾക്ക് അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എണ്ണ, സോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് അധികം വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ലിപ്പായി വീഴാനുള്ള ഒരു സാധ്യത ഉണ്ട്. നമ്മുടെ വോളിലൊക്കെ ഡിസൈനർ ടൈൽ കൊടുത്താൽ മാക്സിമം 80% കളർ അതിനോട് സാമ്യം തോന്നുന്ന ഗ്രിപ്പുള്ള ടൈലുകൾ നോക്കി സെലക്ട് ചെയ്യുക. പല സ്ഥലങ്ങളിലും നമ്മൾ കേട്ടുള്ള ഒരു വിഷയമാണ് ടോയ്ലറ്റിൽ വഴിക്ക് വീഴുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഗ്രിപ്പുള്ള ടൈലുകൾ തന്നെ ടോയ്ലറ്റിൽ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ പ്രിന്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നാനോ പ്രിന്റ്, ഗ്ലേസിലൊക്കെ പ്രിന്റ് ആയിട്ടുള്ള ടൈലുകൾ കിച്ചൺ, കോറിഡോർ റഫായിട്ട് യൂസേജ് വരുന്ന അധികം നമ്മൾ നടക്കാൻ അല്ലെങ്കിൽ ഫർണിച്ചർ ഉപയോഗിക്കാനൊക്കെ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ചെറിയ പ്രിന്റിംഗ് ഉള്ള ടൈലുകൾ ഉപയോഗിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കേടായി പോകാൻ സാധ്യതയുണ്ട്. അറിയാലോ, ചെറിയൊരു കനത്തിലുള്ള പ്രിന്റിംഗ് ആണ് അവിടെ വരിക. അപ്പം നമ്മളിങ്ങനെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം നടക്കുമ്പോൾ അത് എന്തായാലും പോകും. അപ്പം അത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഒരു ഡബിൾ ചാർജോ അല്ലെങ്കിൽ നമ്മൾ ഗ്രാനൈറ്റ് അല്ലെങ്കിൽ ഫുൾ ബോഡി അങ്ങനെയുള്ള ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ടാണ് ടൈല് ചൂസ് ചെയ്യുക. നമുക്ക് പ്രീമിയം ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ടൈലുകൾ നമ്മൾക്ക് എടുക്കാൻ കഴിയും. നമ്മുടെ ബഡ്ജറ്റിന് അതുണ്ട്, നമുക്കത് ആവശ്യമുണ്ട്. കാരണം നമ്മുടെ വീട്ടിലെ ആവശ്യം അതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത്ര പൈസ കൊടുക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ആ ടൈൽ തന്നെ എടുക്കുക. അല്ല നമ്മൾക്കൊരു നോൺ ബ്രാൻഡ് ആയിട്ടുള്ള എന്നാൽ പ്രീമിയം ക്വാളിറ്റി മതി, നല്ല ടൈലുകൾ മതി എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പൈസ കുറച്ച് നമുക്ക് ആ ടൈൽ എടുക്കാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ക്വാളിറ്റി ടെസ്റ്റുകളൊക്കെ പാസ്സായിട്ടുണ്ടോ എന്ന് നോക്കുക. നമ്മൾ ടൈൽ എടുക്കാൻ പോകുമ്പോൾ എപ്പോഴും ഒരു ആർക്കിടെക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ടൈലിനെ കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരാളുടെയോ നമ്മുടെ വർക്കർ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായ പ്രാക്ടീസ് ഉള്ള കൃത്യമായ നല്ല ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെയും കൂടി ഷോപ്പിൽ കൊണ്ടുപോവുക. അദ്ദേഹത്തിന് അറിയുന്നുണ്ടായിരിക്കും. വിശ്വാസമുള്ള ഒരു ഷോപ്പിൽ പോവുക എന്നതിനെ കൂടാതെ അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഒപ്പീനിയൻ എടുക്കുക. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമല്ല ഈ ടൈൽ വർക്കൊന്നും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു ഒപ്പീനിയൻ കൂടി എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഒരു ക്ലയൻസിന്റെ കൂടെ പോകുമ്പോൾ നമുക്ക് കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കൃത്യമായി അവരോട് അഭിപ്രായം ചോദിച്ചു ഓരോ ഏരിയയിലേക്ക്, ബെഡ്റൂമിലേക്ക് ഇന്നതാണ്, ടോയ്ലറ്റിലേക്ക് ഇന്ന കളർ മാച്ച് ചെയ്യും, സിറ്റ് ഔട്ടിലേക്ക് ഇത് മതി, കിച്ചണിലേക്ക് ഇത് മതി എന്ന് അവരുടെ കൂടി ഒപ്പീനിയൻ എടുത്ത് നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി ക്ലയന്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് സിറ്റ് ഔട്ടിലേക്ക് ഈ ടൈല് മതി, അല്ലെങ്കിൽ മേജർ പോർഷനിലേക്ക് വരുന്നതൊക്കെ ഒരു ടൈൽ മതി, 85% ഈ ടൈല് മതി, ടോയ്ലറ്റിലേക്ക് ലൈറ്റ് വരുന്നതിന് വേണ്ടിയിട്ട് ഈ കളർ മതി, അധികം ചെളി പിടിക്കാത്ത ഗ്രിപ്പുള്ള അങ്ങനെയുള്ള ടൈലുകൾ മതി എന്ന് നമ്മൾ ആദ്യം ഒരു നിഗമനത്തിലെത്തണം. നമ്മൾ ആദ്യം ഒരു തീരുമാനത്തിൽ ക്ലയന്റും നമ്മളായിട്ട് എത്തും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം.
അപ്പോൾ നമുക്ക് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ കൺഫ്യൂഷനോ ടെൻഷനോ ഒന്നും ഉണ്ടായിരിക്കില്ല. നമ്മളൊരു കൃത്യമായ തീരുമാനത്തോട് കൂടിയിട്ടാണ് ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ജസ്റ്റ് നമ്മളെടുത്ത തീരുമാനത്തിനെ ആശ്രയിച്ചിട്ട് നമ്മൾ കുറച്ച് കളറുകൾ അവിടെ സെലക്ട് ചെയ്താൽ മതി. അതിനെ കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരത്തിലുള്ള ക്വാളിറ്റി ശ്രദ്ധിക്കേണ്ടതാണ്. ബില്ല് പ്രത്യേകം ശ്രദ്ധിക്കുക. GST ബില്ലോട് കൂടി തിരിച്ച് നമ്മൾ കൊണ്ടുകൊടുത്താൽ ഷോപ്പുകാരൻ വാങ്ങുന്ന രീതിയിൽ GST ബില്ലോട് കൂടി സാധനം വാങ്ങുക. പറ്റുന്നുണ്ടെങ്കിൽ ടൈലിന്റെ ഒരു സാമ്പിൾ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരിക. നമ്മൾ സംഭവിച്ചുകൂടായിരുന്നില്ല. കാരണം നമ്മൾ വീട്ടിലേക്ക് നമ്മൾ ചൂസ് ചെയ്ത് പോകുന്ന ചിലപ്പോൾ ഫോട്ടോ എടുത്തത് വെച്ചാൽ സാമ്യം ഫോട്ടോ എടുത്തത് വെച്ച് വ്യത്യാസം ഉണ്ടായിരിക്കാം. നമ്മൾ സെലക്ട് ചെയ്ത ടൈലായിരിക്കില്ല ചിലപ്പോൾ ഒരാഴ്ചയോ 10 ദിവസം കഴിഞ്ഞ് നമുക്ക് ഡെലിവറി കിട്ടുന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഒരു ടൈലോ അല്ലെങ്കിൽ ഒരു ബോക്സോ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടിയിൽ എടുത്തു വെച്ച് വീട്ടിലേക്ക് കൊണ്ടുവരിക. മാക്സിമം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ടൈൽ ഫ്ലോറിംഗ് വർക്ക് തുടങ്ങുന്നതിന് മിനിമം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മാത്രം ടൈൽ എടുത്ത് വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 2-3 മാസമൊക്കെ മുന്നേ നമ്മൾ ടൈൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടൈൽ വേണം എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ സ്റ്റോക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ കമ്പനി പ്രൊഡക്ഷൻ എന്തെങ്കിലും നോൺ ബ്രാൻഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കമ്പനി പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ഡിസൈൻ ടൈൽ നമുക്ക് കിട്ടില്ല. വേറെ ഏതെങ്കിലും ടൈൽ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം കുറച്ച് ശതമാനം ടൈല് അധികം എടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോക്സ് പൊട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. ആ ടൈൽ അധികം വന്നാലും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടൈല് തയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ടൈൽ അവിടെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് വേറെ ഡിസൈൻ ടൈല് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരില്ല. അതാണ് ടൈല് നമ്മൾ എടുത്തു കൊണ്ടുവരുമ്പോൾ അവസാനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടൈൽ എടുക്കുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൂടാതെ നമുക്ക് കൂടുതൽ ഡൗട്ടുകളോ നമുക്ക് കൃത്യമായി കളർ ചൂസ് ചെയ്യാൻ മറ്റാരുടെയെങ്കിലും ആർക്കിടെക്റ്റിന്റെയോ നമ്മുടെ വീട് ചെയ്യുന്ന ബിൽഡറുടെയോ അല്ലെങ്കിൽ ടൈലിനെ കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരാളുടെയോ ഒപ്പീനിയൻ എടുത്ത് നമ്മൾക്ക് വിശ്വസിക്കാവുന്ന ഒരു സ്ഥാപനത്തിൽ പോയി ബ്രാൻഡോ നോൺ ബ്രാൻഡോ ഏതായിക്കോട്ടെ നമ്മൾ കൃത്യമായി ക്വാളിറ്റി മീറ്റ് ചെയ്യുന്ന ക്വാളിറ്റി ടെസ്റ്റുകളായിട്ടുള്ള ടൈലുകൾ എടുക്കുക. കൃത്യമായ ക്വാളിറ്റി ടെസ്റ്റുകളും സർട്ടിഫിക്കേഷനും ഒക്കെ ഉള്ള ടൈലുകൾ എടുക്കുക. ഇത്തരത്തിൽ വീടിനെ കുറിച്ചും വീടിന് വരാവുന്ന പ്രോബ്ലങ്ങളെ കുറിച്ചും അതിന്റെ നിർമ്മാണത്തിൽ വരുന്ന നമുക്ക് ഇത്തരത്തിൽ ബിൽഡിംഗ് മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.